ക്ലീറ്റോ എന്താന്നടി നല്ല ക്ലാസ് ആയിരുന്നു ക്ലീറ്റോ. മാറിക്കങ്ങോട്ട് പോയി. ആ ചെരുപ്പൊന്ന് തന്നെ, ആ ചെരുപ്പൊന്ന് തന്നെ. എന്റെ കാലിൽ കയറട്ടെന്നല്ലേ? കുറച്ച് കഷ്ടം തന്നെ. ഞാൻ അറിഞ്ഞോണ്ടാണോ ഒരു ശ്രദ്ധയില്ല. കഷ്ടം. ചൂലെന്തേന്നാവോ ദൈവമേ. ചവിട്ടല്ലേ ഞാൻ അടിച്ചു വാരിക്കോട്ടെ. കഷ്ടം. ഇവിടെയൊക്കെ കിട. ഓ നിന്റെ ചെരുപ്പ് എവിടെ? എന്റെ ചെരുപ്പ് പുറത്തല്ലേ? പുറത്ത്. നടക്കല്ലേ. കഴിഞ്ഞ അത് കഴിഞ്ഞിട്ടായാലും മതി. എടുത്തോ എന്റെ പൊന്നു എനിക്ക് ചെരുപ്പ് ഇവിടെ വലിയ ചില്ല് അത് കൈ കൊണ്ട് എടുക്കാം. എനിക്ക് സമയം തായോ. ഇവിടുന്ന് മരിക്കണെന്താ? ചില്ല് നടന്നു വന്ന് നിങ്ങളുടെ കാലേ കയറൂലല്ലോ. ഒട്ടിച്ചാലും പിന്നെ വീണ്ടും കയ്യിന്നൊരു അബദ്ധം പറ്റി. പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടെങ്കിൽ ദേഷ്യം വരില്ല ആർക്കാണെങ്കിലും. ഇങ്ങനെയാണ് അബദ്ധം കാണിക്കണേ. ഞാൻ ഡസ്പാൻ എന്തേന്ന് നോക്കട്ടെ. അവിടെ കാണാനല്ല പെണ്ണ ഒരു ഇതെന്താന്ന്? ഇതെന്താ? അതേ ഞങ്ങളിന്ന് മറ്റേ തോട് വൃത്തിയാക്കാൻ പോയില്ലേടി. തോട് വൃത്തിയാക്കാൻ പോയപ്പോ അങ്ങനെ അതൊക്കെ ചെളി കിടന്നതാ. എനിക്ക് കണ്ടിട്ട് അതിന് കൗതുകം തോന്നി. തക്കളി നോക്കി കളിക്കാൻ കൊടുക്കും. നല്ല രസമല്ലേ? മരപ്പാവ തക്കളി കളിക്കാനൊന്നും കൊടുക്കൊന്നും വേണ്ട. പിന്നെ അല്ലാണ്ട് വേണ്ട കളിക്കാനൊന്നും കൊടുക്കണ്ട. അയ്യോ നല്ല സാധനം. കളിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അതിന്റെ കയ്യിൽ തികച്ചിരിക്കൂല. എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. നീ അതൊന്നും പറയണ്ട. ഓരോ പിള്ളേരുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും അത് തികച്ചിരിക്കും. നമ്മളെ തക്കളി പോലെ ആ കാര്യത്തിൽ നീ കുറ്റം പറയാം. അത് ഇവിടെ ഇരുന്നോളൂ. ഇപ്പൊ ഇതും കൊണ്ട് കളിക്കേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ നീ എന്തേ തലമുട്ടിയോ? കണ്ടോ നല്ലോണം വേദന എടുത്തിട്ടുണ്ടോ? പരിപ്പായിരിക്കും. നോക്കട്ടെ കാണിക്കേ. തലേ പോ കണ്ടത് വെള്ളം വരുന്നു. കൊണ്ടുവാ നോക്കട്ടെ. മുറിഞ്ഞോ നോക്കട്ടെ. ഇതൊക്കെ പണ്ടൊക്കെ ദൈവം പിന്നെ കൊടുക്കാറ്. പപ്പ കൊണ്ടുവാ നോക്കട്ടെ. നോക്കട്ടെ. പതുക്കെ ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ട്. ആ മുറിവിന്റെ മരുന്നാണെങ്കിൽ പരട്ടാം. നോക്കി നടക്കാതെ വാതിലിടിച്ചിട്ട് എന്താ കാര്യം? കൊച്ചല്ലേ? ഇതുവരെ അവള് നടക്കാൻ പഠിച്ചിട്ടില്ല. നിന്നോട് എത്ര പറഞ്ഞിട്ടുള്ളതാ? നേരെ നോക്കി നേരെ നിൽക്കും. പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓടരുത്. ഇവിടെ തെന്നി വീഴ്. ഈ കല്ലായി കിടക്കണല്ലേ? സാരമില്ല അമ്മൂമ്മ നാറ്റ പൂച്ചട്ടി പിഴിഞ്ഞൊഴിച്ചു തരാം. സാരമില്ല. ആരെങ്കിലും നിക്കമ്മ അഴുക്ക് പോട്ടെ. നോക്കട്ടെ അമ്മ നോക്കട്ടെ. എന്നുവെച്ചിട്ട് വെള്ളം കുടിക്കുന്നോ? നടക്കാൻ അറിയില്ലേ കുഞ്ഞെ? ആകെ പ്രശ്നങ്ങളാണല്ലോ ദൈവമേ. ഇത് കനകമാവന്റെ അതേ പതിപ്പാ. അതിൽ കൂടെ കുടല് വന്നെന്നുള്ളതാ വിചാരം. ഇത് പകുതി നിന്റെ നമ്പർ അല്ലേ ഇവിടെ? അത്രയ്ക്കൊന്നും ഇല്ല അത് കേട്ടാ. ആ ജമന്തി ബാൻഡേജ് ഒട്ടിച്ച് മരുന്ന് വെച്ചപ്പോ അവക്ക് ഒരു കരച്ചിലും ഇല്ലായിരുന്നു. ഞാനൊന്നും ചെയ്തില്ലല്ലോ. തന്നെ പോയി വീണ് മരുന്ന് വെച്ച് അവരുടെ പാഴാക്കി. അവനവിടെ അത് മരുന്നുണ്ടായതുകൊണ്ട് വെക്കാൻ പറ്റി. ഇവിടെ ഒരു മരുന്ന് പോലും മേടിച്ചു നോക്കൂലല്ലോ. കുളിക്കണ്ട അതല്ലേ ഇഷ്ടം. കുളിക്കാതിരിക്കാനുള്ള പരിപാടിയാ. നല്ല വേദന ഉണ്ടാ? ഒരുപാട് വേദന ഉണ്ടാ? വേദന മാറ്റാനേ ഡാഡി ഒരു സൂത്രം തന്നാലോ? എന്താണെങ്കിലും എന്താ കൊള്ളാവോ? പൊന്നു മോളെ ചീത്താക്കരുത്. ഒരു 2 ദിവസം അതിനകത്തേക്ക് ഒന്ന് കാണാൻ വേണ്ടി നീ ഇവിടെ വെച്ചേക്കണം ജീവനോടെ കേട്ടാ.
അതൊന്നും ആലോചിക്കണ്ട, നീ അങ്ങോട്ട് വരൂ. വിളിച്ചേ ആ ഉടുപ്പൊക്കെ ഒന്ന് മാറിക്കേ. സാറേ പറ്റിയോ? കുഴപ്പമുണ്ടോ? ബോണറ്റ് ഹെഡ്ലൈറ്റാ എല്ലാം കൂടെ എന്നാലും അതെയോ? ഇൻഷുറൻസ് അതിന് തേർഡ് പാർട്ടിയാ? ആ ശരിടാ, ഞാൻ വിളിക്കാം നിന്നെ. ഒരു കഷ്ടം നോക്കിയേ. വിൽക്കാനായിട്ടേ മറ്റേ സുഭാഷ് സാറിൻ്റെ കാറ് വിൽക്കാനായിട്ട് എടുത്ത് നമ്മൾ അവിടെ ഇട്ടിരുന്നല്ലോ. അത് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കണ അൻസാർ അവിടെ നിന്ന് എടുത്ത് ഇതിൽ പോസ്റ്റ് കയറി തട്ടി. അയ്യോ, എന്നിട്ട് അതിന് പറ്റിയോ? ആ പോസ്റ്റ് തട്ടി എന്താ അതിൻ്റെ ഫ്രണ്ട് ഇതൊക്കെ ചെന്ന് ഇടിച്ച് ബോണറ്റും ഇതെല്ലാം പോയി. 10-35,000 രൂപ വേണമെന്ന് പണിയണമല്ലോ. ഇൻഷുറൻസ് തേർഡ് പാർട്ടിയാണ്. എടി ഇൻഷുറൻസ് ഇല്ല, കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അത് വൃത്തിയാക്കണം. ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉള്ളൂ. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് വേറെയാ, വണ്ടിക്കൊന്നും കിട്ടൂല. കയ്യിൽ നിന്ന് പൈസ പോവോ? ഓ അത് ആകെ നശിപ്പാണല്ലോ ദൈവമേ ഇന്നത്തെ ദിവസം. എന്നാ പോയി നോക്ക്, ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? പൈസക്ക് പൈസ തന്നെ വേണ്ടേ? പൈസക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും വഴി നോക്കിക്കോ. എൻ്റെ അടുത്തും അവൻ്റെ അടുത്തൊന്നും കൈ നീട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്ത് ഒരു മിനിറ്റ് കൊള്ളാമോ നോക്കി ഇത് നോക്ക്. ഒരിക്ക വേണതേ അതിനവിടെ അയ്യോ എന്തോ കണ്ട അതൊക്കെ മറിച്ചിട്ട് എന്റെ ക്ലീറ്റ് എനിക്ക് പറ്റൂല. എല്ലാം എടുത്തു വെച്ചിട്ട് പോയാ മതി. നിങ്ങൾ എന്തേ കാണിച്ചു കൂട്ടണേ? പണ്ടി ഇടിച്ചെന്ന് പറഞ്ഞു കഷ്ടമാണ്. ഒരു സാധനം അത് സൂക്ഷിച്ച് എവിടെ വെക്കണ്ട, അത് കാലിക്കൂടെ തന്നെ വീണെന്നുള്ളതാണ്. Describe the structure features of a bacteria. Category bacteria according to their shape. Okay. അപ്പം bacteria does not have a membrane bound nucleus. Bacteria does not have a membrane. നീ ആരോടാടി പറയണത്? എന്റെ പാവയോട് തന്നെ എന്ന് വർത്താനം പറയാ. തന്നെ അല്ല, അവളെല്ലാം ശ്രദ്ധിക്കണുണ്ടല്ലേ. മോസ്റ്റ് ബാക്ടീരിയ have a cell wall made up of a substance called peptidoglycan. എന്താണ് ഈ പഠിക്കുന്ന സമയത്ത് എന്തിനാണ് ഇതൊക്കെ എടുത്തു വെച്ചേക്കണേ? ഇവള് പഠിക്കും. ക്ലീറ്റ് വന്നോ? എന്തായി പോയാലും ഒന്നും പറയണ്ട തങ്കം. സമയദോഷം എന്നല്ല എന്ത് പറയാൻ. എന്തേ? വണ്ടിയുടെ ഫ്രണ്ടും ഇതെല്ലാം പോയി. വണ്ടി പണിക്ക് ഏതാണ്ട് എല്ലാം കൂടെ ഒരു 20-22 രൂപയാവും. പിന്നെ മറ്റേ പോസ്റ്റലെല്ലാം ഇടിച്ചത് ഇലക്ട്രിസിറ്റിക്കാരുടെ. അതിപ്പോൾ അവിടെ എല്ലാം കൂടെ അതിനൊരു പൈസയാവും. പോസ്റ്റിൻ്റെ പൈസ എല്ലാം കൂടെ 10-30,000 രൂപ നമ്മൾ കൊടുക്കണം. നമ്മളോ? പിന്നെ അല്ലാണ്ട് അതിന് ഇൻഷുറൻസ് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി ഇൻഷുറൻസ് അല്ലേ ഉള്ളൂ. അത് എൻ്റെ അടുത്ത് നടരാജൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞാ വിളിച്ചേ? അത് ആ ഫാൻ ഇളകി തല വീണു. എന്നിട്ടോ തല പൊട്ടിയോ? 3-4 സ്റ്റിച്ച് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് എന്തൊരു നാശാന്ന് ഞാൻ കേൾക്കണത്. ഇന്ന് നോക്ക്, ഇന്ന് ഇവിടെ എല്ലാം കൂടി ചത്തുകൊണ്ടായിരുന്നു. ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് കാര്യം മറന്നുപോയിന്നേ. തിരിച്ചു വന്നപ്പോൾ ഇവിടെ മുഴുവൻ ഗ്യാസിന്റെ മണം. ഓടിപ്പോയി നോക്കിയപ്പോൾ ഗ്യാസ് തുറന്നു കിടക്കണം. പിന്നെ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഫാനൊക്കെ ഇട്ട് വാതിലൊക്കെ തുറന്നിട്ട് പേടിച്ചു പോയി ഞാൻ. ഈ പെങ്കൊച്ചെങ്ങാനും വന്ന് അറിയാതെ വല്ലതും കത്തിച്ചായിരുന്നെങ്കിലത്തെ അവസ്ഥ. ഇതെന്താ വിളിച്ചു ഇങ്ങനെ? ക്ലീറ്റോ, ഈ സാധനം ഇവിടെ വന്നേ പിന്നെ ഈ പ്രശ്നം മുഴുവൻ അല്ലേ? അതെ ആർക്കി നീ എന്താ സാറേ? എടുക്കാന്നോ? എന്നാ കുഴപ്പമില്ലടാ, കൊടുക്ക്. ഇനി അതിൻ്റെ വില വേശാൻ നിൽക്കല്ലേ. അത് എടുത്തോട്ടെ. കൊടുക്കാന്ന് പറയും. ഓ ശരി. എവിടെ
കളഞ്ഞു ഞാനത്. സത്യം പറഞ്ഞാ ഇനി ഇപ്പൊ സമാധാനം കളിയാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ നാളെ ബാക്കി സംസാരിക്കാം കേട്ടാ. അമ്മാന്നൊന്നും വിളിക്കണ്ട, സാധനം അത്ര എടി തങ്കം, അതെ അൻസാറാ വിളിച്ചത്. മറ്റേ വണ്ടി ആ പണിയായിട്ടങ്ങനെ വർക്ക്ഷോപ്പിലെ മേസ്തിരി എന്നെ പണിഞ്ഞിട്ട് എടുത്തോളാന്ന്. അയാൾക്ക് വേണോ? ആ വലിയൊരു തലവേദന. നോക്ക്, ആ സാധനം എറിഞ്ഞു കളഞ്ഞത് നല്ല കാര്യം നടന്നോ? നീ എറിഞ്ഞു കളഞ്ഞോ അത്? പിന്നല്ലാതെ അത് ഞാൻ ആ പറമ്പിലോട്ട് എറിഞ്ഞു കളഞ്ഞു. അത് തന്നെ അത് ഇനിയും വെച്ചോണ്ടിരുന്നാണെന്നെങ്കിലുണ്ടല്ലോ ആരെങ്കിലും കൊന്നിട്ടേ പോവുള്ളായിരുന്നു. പിന്നെ ഉറപ്പല്ലേ? ഇരുന്ന് പഠിക്കടി. എവിടുന്നെങ്കിലും പോയി എന്തെങ്കിലും സാധനം തോണ്ടി പിടിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അത് പിന്നെ നമ്മൾ അറിയണില്ലല്ലോ തങ്കം, ഇതിപ്പോ ഇത് ഇങ്ങനെയൊക്കെ ആവുന്നു. അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ക്ലീറ്റോ? എന്തെങ്കിലും വന്നു പോയായിരുന്നെങ്കിലോ ആരോട് പറയും? തങ്കം, എനിക്ക് ഇച്ചിരി സമാധാനമായി. ഒരു ചായ എടുത്തേടി. ഓ എൻ്റെ കർത്താവേ, ഞാൻ ആ വണ്ടി എന്ത് ചെയ്യുന്നുള്ള ആലോചനയായിരുന്നു. നീ പഠിക്കണ്ടോ? അടച്ചു വെച്ചോ, അടച്ചു വെച്ചോ, നീ പഠിക്കണ്ടെന്ന്. ചെറിയ വേദനയുണ്ട്. അല്ലേ എവരിന്ന് നേരത്തെ വന്നാ? ഇനിയിപ്പോ ഇത് മതി. എന്താ പറ്റിയത്? കുഴപ്പമൊന്നുമില്ല. തെക്കുമാറി കാക്ക കുറുവിയപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ ആപത്ത് വരാൻ പോണെന്ന്. നിന്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞില്ലേ നിനക്ക് ദോഷ സമയമാണ്, സൂക്ഷിച്ചും കണ്ട് നടക്കണമെന്ന്. എന്തോ പറ്റിയത്? കഷ്ടകാലം എന്ന് പറഞ്ഞാ മതി, ഒന്നുമില്ല. അയ്യോ ഇതെന്ത് പറ്റി? ഒന്നുമില്ല, ഞങ്ങളെ പോസ്റ്റ്മിലെ പണിയും കഴിഞ്ഞും കണ്ട് താഴത്തിരുന്ന് വർത്താൻ പറയുന്നു. ആ സമയത്ത് ഏണി വന്ന് തലക്ക് വിടുക. ഹെൽമെറ്റ് വെച്ചില്ലായിരുന്നു. എന്നെ പിടിച്ചേ. അവന്റെ തലയൊക്കെ പൊട്ടി. ഇതെന്തുവാടാ? എങ്ങനെ പറ്റിയാ? ഇത് നമ്മള് ജോലിയെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ ആ ഹെൽമെറ്റ് അങ്ങ് ഊരി. അതിനുശേഷം ഞങ്ങൾ എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ ഏണി ഇങ്ങനെ മറിഞ്ഞ് തലയിൽ കൂടെ ഫാസിലെ, നീ അവന്റെ സഹായിയല്ലേ? നീ എവിടെ വായി നോക്കിക്കൊണ്ടിരുന്നില്ല? ഇങ്ങനെയൊക്കെ സംഭവിക്കോ? സഹായിയാ? എടാ ഞങ്ങൾ രണ്ടാളും ഒരേ പണിക്കാരാണോ? പിന്നെ നിന്റെ ശ്രദ്ധ കുറവൊന്നുമല്ല. ഏണിന്റെ മുകളിൽ അത്ര നേരം ഞങ്ങൾ ചവിട്ടി നിന്ന് ഞങ്ങൾ പണിയെടുത്തല്ലേ. ഇതിപ്പോ ആരോ ഉന്തിട്ട പോലെ തല്ലക്ക് വന്ന് ആരോ കുറ്റ. അത് തന്നെ ഞാൻ ചോദിക്കണ. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പണിയെടുക്കുന്നിടത്ത് ഉന്തിയിടാൻ മൂന്നാമതൊരാളാര്? അതാരെന്നാണ് ഞാൻ ചോദിച്ചത്. നീ എന്താണ് കളിക്കുന്ന? കുഴപ്പമില്ല. ഇതെന്തിനാ അത് കുക്കറിൽ കൈ കൊണ്ടുപോടാ. അതപ്പോ അമ്മ പറഞ്ഞത് കറക്റ്റ് കേട്ടോ. ഇന്ന് എന്തോ ദോഷ സമയാ. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണ വഴിക്ക് ഒരു കറുത്ത പട്ടി കുറുക ചാടിയിട്ടുണ്ടല്ലോ. അവിടെ വണ്ടിന്റെ അടി പോണത്. ഇന്നലെ വരെ ഇതായിരുന്നു വീട്ടില്. തൊട്ടതും പിടിച്ചതും എല്ലാം അപകടം. പക്ഷെ വേറൊരു കാര്യം, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നീ പറഞ്ഞില്ലേ മറ്റേ ആ സാധനത്തിന്റെ കുഴപ്പമൊന്നുമല്ല, അതിന്റെ ദോഷമല്ല. എനിക്ക് പിന്നെ ഇവിടെ ഇതൊക്കെ സംഭവിക്കില്ലല്ലോ. ആ പാവയുടെ ഒരു പ്രതിമയുടെ പ്രതിമ എന്ന് പറഞ്ഞാലേ ക്ലീറ്റ മറ്റേ പുഴ നന്നാക്കാൻ വേണ്ടിട്ട് വൃത്തിയാക്കാൻ വേണ്ടി പോയല്ലോ. അപ്പൊ അവിടെ നിന്ന് ഒരു പ്രതിമേനെ കൊണ്ടുവന്നു, ഒരു കറുത്തൊരു ഭണ്ഡാരം. രസമുണ്ട് കാണാൻ. ഞാൻ തക്കളി കളിക്കാന്ന് പറഞ്ഞ് എടുത്തു. ഭയങ്കര രസാ. വീട്ടിൽ കേറ്റിയപ്പോ മുതൽ ആകെ അപകടം. അവസാനം ഞാൻ എടുത്ത് പുറത്തു കളഞ്ഞ്. അപ്പൊ ശരിയായി. അപ്പൊ നല്ല വാർത്ത. ആ സംഗതി കളഞ്ഞതും പോയി കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ കാർ ഇടിച്ചിരുന്നല്ലോ അല്ലേ, അത് മേശരി എന്നെ വിലക്ക് എടുത്തോളാന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയനെ. ഇവന്റെയൊക്കെ ഒരു അന്ധവിശ്വാസേ. എന്താ ജൂനിയർ മാനേജറൊക്കെ ഒന്ന് പോള വിടുന്നു. ഇതാണോ ആ പ്രതിമ? ഇതെവിടുന്ന്? ഇത് തന്നെ ഇതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമൊന്ന്. അല്ല, ഇതുപോലുള്ള രൂപങ്ങളിൽ ദുരാത്മാക്കളെ ആവാഹിച്ച് വെള്ളത്തിൽ കൊണ്ടൊഴുക്കും. ആ സാധനം ഇതല്ല. എവിടെ നിന്ന് കിട്ടി? ഇത് ഞങ്ങൾ തോട് വൃത്തിയാക്കാൻ പോയില്ലേ, അവിടെ നിന്ന് കിട്ടിയാണ്. തോട്ടിലെ വെള്ളം പറ്റിയപ്പോ പൊങ്ങി വന്ന അതാ കാര്യം. അത് തന്നെ. ഇനിയിപ്പോ എന്തോ ചെയ്യാം? അല്ല തങ്കം, നീ ഇത് എവിടെ കൊണ്ട് കളഞ്ഞത്? ഞാൻ പുറകിലത്തെ പറമ്പിലോട്ട് അങ്ങ് എറിഞ്ഞു കളഞ്ഞു. പുറകിലത്തെ പറമ്പിൽ അവളെ കൊണ്ട് കളയാനേ എടുത്തോണ്ട് വരാനും നിനക്ക് വേറെ പറ്റില്ലേ? ഞാൻ തക്കളിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തത്. തക്കളിക്ക് എടുത്തോണ്ട് അറിയാ ഇതിപ്പോ ഇതുപോലെ തന്നെ ഞാനും തക്കളിക്ക് കളിക്കാലോ എന്ന് വെച്ചിട്ട് തന്നെ എടുത്തോണ്ട് വന്നത്. ഇപ്പൊ ഇങ്ങനെ ആവും ആരെങ്കിലും അറിഞ്ഞോ? ഇങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചാ എന്ത് ചെയ്യും അത് പറയേ. ഒരു 3 കൂടുന്ന മുക്കില വെള്ളത്തില കൊണ്ട് ഒഴുക്കണം. അത് തന്നെയാണ്. അത് കൈകൊണ്ട് തൊടിയും ചെയ്യരുത്. ആരാ ഇത് ആരോടെ കൊണ്ടിട്ടത്? ഇപ്പൊ കൊണ്ടിട്ട ജമന്തി.
ഇപ്പൊ കൊണ്ടിട്ട് ജമന്തി ഈ വീട്ടിലേക്ക് ഇത് കൊണ്ടുതരാ ഞാൻ തന്നെ വാളിനെ കൊണ്ടുപോയി. എനിക്ക് പേടിയാണ്. എനിക്ക് പേടിയല്ലേ, ഇത് തൊടാൻ പറ്റില്ല. ഇതിവിടുന്ന് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ഇത് ദോഷമല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടെ ഇതിനെടുത്തുകൊണ്ട് കളഞ്ഞിട്ട് വരാം. അല്ല ആരെടുത്താലും കൈ കൊണ്ട് തൊടാൻ പാടില്ല. ഉള്ള അനർത്ഥമൊക്കെ വലിച്ചു വെക്കണം. ജമന്തി ഒരു കവറെടുത്ത് നമ്മളെ പോയിട്ട് അതാ കവറിലായാലും ഏതായാലും കൈ കൊണ്ടെടുത്ത് കവറിലാൻ പാടില്ല. വാസിലെ ആ തുണിയും കേട്ടോ. തുണി എടുത്തു കൊടുക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? ആരൊന്നുമില്ല, അളയാ തുണിക്കൊന്നും ആ കുഴപ്പം. സാധനം ചെന്നേ തട്ടി നല്ല ഇതാ ഇതിന്റെ പണി സാധനമല്ലടാ അത്. ഇതേ ഇത് തന്നെ കോണല്ലേ? ഇല്ല തുണി കൊണ്ടങ്ങ് ചുറ്റിക്കോ. ചുറ്റി പിടിച്ചിട്ട് സഹായികളെ ആരെങ്കിലും ഒന്ന് ഇതൊരു ആ എത്ര സാധനം എത്ര പണം എന്നിട്ട് എടുക്കാൻ കൊണ്ട് എടുക്കണ്ട. അമ്മ ഒന്ന് എടേ ഇത് അതിനകത്തോട്ട് അത്രേ ഉള്ളൂ. അങ്ങ് എടുത്താൽ മതി. കൈ കൊടുക്കടാ. എടുക്ക്. കർത്താവ് അനർത്ഥങ്ങളൊക്കെ പോണേ. അങ്ങ് എടുക്ക്. മാറി പിടിക്കണം. നീ ആരെ തൊടണ്ട, പോ. മിണ്ടാതെ പോണം. പോ. അല്ല ഫസിലെ, ഇങ്ങോട്ട് മാറ്. അതെ നീയല്ലേ പറഞ്ഞ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന്. നീ ഒന്ന് കൊണ്ട് കളയടാ. അല്ല ഞമ്മക്കിതൊന്നും പറ്റൂല. ഒറ്റ കൊണ്ടുപോയത് കൊണ്ടുപോയത് വണ്ടിയുടെ എന്നെ ഒന്ന് അവിടെ ആക്കില്ല, നമുക്ക് ഒരുമിച്ച് പോവാം. എങ്ങനെ? നമുക്ക് വണ്ടിയിൽ എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരാം. എന്റെ പൊന്നു മോനെ, ഇതും കൊണ്ട് പോണ സമയത്ത് വല്ല പാണ്ടിലോരും പാഞ്ഞു കയറിയാൽ നമ്മളെ കുടുംബം പട്ടിണിയായി പോകും. നടന്നു പോയാൽ മതി. പൊക്കോ പൊക്കോ. ആളെയും കൊണ്ട് പോയോ? കുഴപ്പമൊന്നും വരില്ല. അമ്മ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, 3 കൂടുന്ന മുക്കില് അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലല്ലേ അമ്മ? കൊണ്ടുപോ. പിന്നെ പോണ വഴിക്ക് റോഡ് സൈഡായിട്ട് നടന്നു കേട്ടോ. എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോ. അമ്മാരി എണ്ണം കെട്ട സാധനമല്ലോ കയ്യിലുള്ളത്. നീ എന്തെങ്കിലും റെഡ് കളർ നല്ല മുറിഞ്ഞ എല്ലാത്തിനും ഒരു അപ്രാളോ നോക്കി കണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. തരട്ടായിരുന്നില്ലേ? ഒരു കാര്യം പറയാനുണ്ട്, നീ വേറെ ഒന്നും വിചാരിക്കില്ല. നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ ഫാസിലുണ്ടല്ലോ, അവന് ശകലം ആത്മാർത്ഥതയല്ല. ഉണ്ടെങ്കിൽ അവൻ ഇന്ന് വന്ന് നിന്നെ ഇത്തിരി ആശുപത്രി കൊണ്ടുപോകില്ലേ? വീട്ടിൽ എന്താ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ല, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ്, ഇന്ന് എത്ര പരിപാടി മാറ്റി വെച്ചിട്ടാണ് നിന്റെ ഇവിടെ വന്നത്. പക്ഷെ ആ സ്നേഹം നിനക്ക് എൻ്റെ ഇവിടെ ഇല്ല, അതെനിക്കറിയാം. അത് പറയണ്ട. കണ്ണിന് കുളിർമയുള്ള കാഴ്ച ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ. കുഴപ്പമില്ല, വേദന ആ അത് കുറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ 2 ദിവസം എടുത്ത് കളയാം. ഇടയ്ക്ക് തലവേദനയൊന്നും വരണത് അത് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അത് ഇത് തട്ടിയൻ്റെയൊക്കെ വീണതിൻ്റെയൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്. മരുന്ന് വൃത്തിയായിട്ട് കഴിച്ചോ? ഇനി അത് മുടക്കാൻ നിൽക്കണ്ട. 2 ദിവസം കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. ഇന്നലെ എൻ്റെ കുഞ്ഞ് പേടിച്ചു പോയി. അല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരായിരുന്നു, കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ആവശ്യം അത് നമ്മൾ കൊണ്ടുപോകണം. മറ്റൊന്ന് പറ്റിച്ചോണേ വരാന്ന് പറഞ്ഞിട്ട്. പറ്റിച്ചല്ല അമ്മ, ഡേ അവന് വീട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങളല്ലേ? എടി നമ്മളെ പുച്ഛമാണ് അളിയന്. എൻ്റെ അളിയാ, ഇതൊക്കെയാണ് പറയണത്. ഒരു ആവശ്യം വരും ആര് കാണുന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് കൂടുതൽ ആരെയും പുച്ഛിക്കരുത്. അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. എടി ചായ എടുക്ക്. എന്നാലും ചമ്മന്തി ഒരു ചായ ഇടറി എല്ലാവർക്കും എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. എന്താ പറഞ്ഞു ഡോക്ടർ? എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഹായ്, നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അമ്മാവൻ വന്നിരിക്കുന്നു, ഉത്തരവാദിത്തമുള്ള ഒരു അമ്മാവൻ. നാളെ പൊട്ടിയാന്ന് അന്വേഷിച്ചില്ലല്ലേ? എടാ ഞാൻ ഇന്നലെ ഫോൺ ചെയ്ത് ചോദിച്ചു, അപ്പൊ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അവിടെ പണിക്കാരുണ്ടായിരുന്നു ഇന്നലെ, അതാണേ. ശരിയാണ്, എന്നെ വിളിച്ചായിരുന്നു. ആ തക്ലി പോളൂ. അപ്പൊ ഇപ്പൊ മോൾക്കൊരു സമ്മാനം കൊടുത്തിട്ട് കളിക്കാൻ. നിക്ക് ധൃതി പിടിക്കല്ലേ. ഇതെന്താ എല്ലാവരും അന്തം വിട്ട് നോക്കണ്?